അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഐക്കോറ ബിരിയാണി. ഇന്നലെ പിടിച്ചിട്ട് വന്നതാണ്. കട്ട് ചെയ്ത് മുളക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകണം. നല്ല പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് പൊരിച്ചെടുക്കുക പരിപാടി. നമുക്ക് ബിരിയാണി വെക്കാം. നമുക്ക് മീനങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം, സെറ്റാക്കി എടുക്കുക. നമ്മുടെ ഫൈനൽ ഇതായിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ഇതാ ഇവിടെ എങ്ങനെയാണ്. പിന്നെ അതിനുശേഷം സാധനങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഒക്കെ അനീഷേട്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, പിന്നെ വലിയ ഉള്ളി, സവോള, പിന്നെ മീനിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് റൈസ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ള പീസുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മീൻ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒരു സെക്ഷൻ പൊരിച്ച്, ഇത് ലാസ്റ്റ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ അരി കഴുകുന്നുണ്ട്. അരി കഴുകാൻ വെച്ച് അങ്ങനെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസിനുള്ള പരിപാടികൾ നോക്കാം. അത് കഴുകിയിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി, റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഇതിൽ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് ചൂടായതിനു ശേഷം റൈസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഉള്ളി ഇട്ടു, ഉള്ളി റെഡിയാക്കി മറ്റുള്ളതൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അതേ എണ്ണ ഒഴിച്ചതിൻ്റെ ഫ്ലേവർ കിട്ടാനും നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് അതേ എണ്ണ തന്നെ നമ്മൾ ചോറ് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. റൈസ് നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയെല്ലാം പാകത്തിന് ക്ലിയറായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിന് വെള്ളം ആഡ് ചെയ്യാണ്. നമുക്കിതാ വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഇതാ ലെമണുണ്ട്, പിഴിഞ്ഞൊഴിക്കണം. ഇവിടുത്തെ ലെമണിനൊരു പ്രത്യേകത, കുരുവില്ല അതിലും. അതെ, ഭയങ്കര ഹെട്ടിയാണത്. പിന്നെ അത് പിഴിഞ്ഞ് ചേർത്താൽ ഇനി വേറൊരു സാധനം കൊണ്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ പൊടി മീനാക്കി വെച്ചിട്ടുണ്ട്. മീൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഫ്ലേവർ കിട്ടാനായിട്ട് അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വെള്ളമൊക്കെ തിളച്ച് നമുക്ക് റൈസ് ഇടട്ടെ. നമ്മുടെ വെള്ളം തിളച്ച് നമ്മൾ അരി ഇട്ടു. അല്ലേ, അരി ഇട്ടാനുള്ള വെള്ളം തിളവ് കുറച്ച് അമ്മയുണ്ട്. നമ്മൾ അരിയൊക്കെ കംപ്ലീറ്റ് അരി ഇട്ടു. നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലേ കുമ്പളകൾ വരുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി അടച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വിഷയമാണോ? അങ്ങനെ ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡി ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള ചട്ടി വെച്ചു. അത് തന്നെ റൈസൊക്കെ മാറ്റി ഓയിലൊഴിച്ചു. അങ്ങനെ നമ്മുടെ സവോള റെഡി ആയി കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് വഴറ്റി കൊണ്ടിട്ടുണ്ട് മസാലയ്ക്കുള്ള സവോള. കൊടുക്കുക. ഓട്ടല്ലേ
ഇനി തക്കാളി റെഡിയാക്കി. ഉള്ളി ഏകദേശം വന്നപ്പോൾ തക്കാളി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇതാ ഇഞ്ചി വെളുത്തുള്ളി നന്നായി മൂത്ത് കഴിഞ്ഞു. അടുത്ത് ചേർത്ത ടൈമായി. ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. മല്ലി പുതിന അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദമ്മിടാൻ വേണ്ടി പോകുന്നതാ. എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ദമ്മ്. അങ്ങനെ എല്ലാ മീനിൻ്റെ പീസുകളും നമ്മൾ നിരത്തി കുറച്ച് മല്ലി. ഇനിയിപ്പോൾ റൈസ് നമ്മളതിൽ ചേർത്താണ് നമ്മുടെ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ലെയറായി മല്ലി പുതിന റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലെയർ ഇട്ടു, ഇനി അടുത്ത ലെയർ. നമ്മുടെ ഫൈനൽ ദമ്മ് കഴിഞ്ഞു. നമ്മൾ ദമ്മ് അടച്ച് വയ്ക്കാൻ പോകണം. ലെയറും കൂടെ ഇടുക, അടച്ച് വയ്ക്കുക. അങ്ങനെ ദമ്മ് ഓക്കെ. ലാസ്റ്റ് നമ്മൾ ദമ്മിട്ടു. ഇനി നമുക്ക് പതുക്കെ അടച്ച് വയ്ക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ദമ്മിട്ട് അടച്ച് വയ്ക്കും. ഓക്കെ. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യല്ല, ഒന്ന് ഡ്രൈ ആക്കി വെക്കുക. അത്ര തന്നെ. ഓക്കെ, റെഡി. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിച്ച് നല്ല. അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. അങ്ങനെ ദമ്മ് പൊട്ടിച്ച് വേറെ പാത്രത്തിലാക്കിയിട്ട് ബിരിയാണി ദം പൊട്ടി. അപ്പോൾ നമ്മളുടെ ബിരിയാണി സെറ്റായി. അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ച് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ അനീഷേട്ടനും കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമാർക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങട്ടെ.